നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ വേദനകളിലൊക്കെ നമ്മുടെ കൂടെയൊക്കെ ഒരാളുണ്ടാവണം, നമ്മളോട് സംസാരിക്കണം, നമ്മുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ ഇരിക്കണം എന്നൊക്കെ ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിതം സാഹചര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, ഒരു രോഗം ബാധിക്കുമ്പോഴാവട്ടെ, ഇല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോഴാവട്ടെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദർ ഷുഡ് ബി സംബഡി, ആരെങ്കിലും നമ്മുടെ അടുത്തൊക്കെ വന്നിരുന്നെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, പലപ്പോഴും ചിലപ്പോൾ അത് കിട്ടാതെ പോകാറുണ്ട്. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് അങ്ങനെ കിട്ടാതെ പോകുന്നതിനെക്കുറിച്ചല്ല. ഒരു കുഞ്ഞ് സംഭവം ബൈബിളിലെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഓർമ്മയുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ജോബിനെക്കുറിച്ച് ഇനി നമുക്ക് പറഞ്ഞു തരേണ്ടയില്ല. ജോബിനെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ. അപ്പോൾ ജോബ് ഒത്തിരി സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി, ഒന്നിനു പുറകെ ഒന്നായിട്ട് വേദനകൾ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ സങ്കടങ്ങൾ ജോബിന് വന്നു. അവസാനം ഏറ്റവും അടുത്ത് കൂടെ നിന്ന ഭാര്യ പോലും പറഞ്ഞു, വിട്ടു പോകാൻ പറഞ്ഞു, ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി മരിക്കാനൊക്കെ പറയാണ്. ജോബ് പക്ഷേ കർത്താവിനെയും തള്ളി പറഞ്ഞില്ല, ഈ കുറ്റം പറഞ്ഞവരെയും ഇല്ലെങ്കിൽ മാറി നിൽക്കാൻ പറഞ്ഞവരെയും ശപിച്ചവരെയും ഒന്നും പറഞ്ഞില്ല. ജോബ് അങ്ങനെ നിന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ജോബിൻ്റെ പുസ്തകം ഒരു 42 അധ്യായങ്ങളാണ്. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ജോബിൻ്റെ 3 കൂട്ടുകാർ. ഈ രണ്ടാമത്തെ അധ്യായത്തിൽ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് എടുത്ത് വായിച്ചാൽ മതി. ജോബിന് ഇങ്ങനൊരു വലിയ വിഷമം വന്നു എന്ന് പറഞ്ഞപ്പോൾ, ചെറിയ വിഷമമല്ല, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, സ്വത്തുവകകൾ പോയി, മക്കൾ നഷ്ടപ്പെട്ടു, വലിയ രോഗവും വന്നിട്ട് ആകെ ഒരു വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഒറ്റ സങ്കടത്തല്ല, ഇഷ്ടംപോലെ സങ്കടങ്ങൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ജോബിൻ്റെ കൂട്ടുകാരെന്നാ ചെയ്തേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പം നമുക്കൊരു വിഷമം വന്നു, ഒരു കുഞ്ഞു വിഷമം, ഒരു കടമാട്ടെ, ഒരു രോഗമാട്ടെ, നമ്മളിപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കട്ടെ. മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് വരണം, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, ഒരു ഉപദേശമെങ്കിലും തരാൻ വേണ്ടിയിട്ട്. ഈ ജോബിൻ്റെ കൂട്ടുകാരാണ് ചെയ്തേ. 11ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിച്ച് വായിക്കാം. 2-3 വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. ജോബ് ഇങ്ങനൊരു വിഷമത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ജോബിൻ്റെ കൂടെ ആയിരിക്കാൻ, ജോബിനെ ആശ്വസിപ്പിക്കാൻ, ജോബിനോട് സഹതാപം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ 3 കൂട്ടുകാർ ജോബിൻ്റെ അടുത്ത് വരികയാണ്. ജോബിൻ്റെ കൂടെ ആയിരിക്കാൻ, അവനോട് സഹതാപം കാണിക്കാൻ, വളരെ പ്രധാനപ്പെട്ടതാണ്, അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇപ്പോൾ ഇവർ ഈ സങ്കടങ്ങളൊക്കെ കണ്ടു, അവർക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്നെ പറയാൻ പറ്റുമല്ലോ, എന്ത് ആശ്വാസം കൊടുക്കും, എന്ത് സഹതാപം കൊടുക്കാൻ പറ്റും? ജോബെ സാരമില്ല, പോട്ടെ, ഇതെല്ലാവർക്കും വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജോബിന് അത് അത്രയും വലിയ സങ്കടമാണ്. എന്നാ പറഞ്ഞ് ആശ്വസിപ്പിക്കും? മക്കൾ നഷ്ടപ്പെട്ട, സ്വത്തുവകകൾ നഷ്ടപ്പെട്ട, പ്രിയപ്പെട്ടവർ ഇട്ടേച്ച് പോയ, വലിയ രോഗത്തിൽ മരണത്തെ കാത്തു കിടക്കുന്ന, അത്രയും വലിയ സങ്കടത്തിൽ നിൽക്കുന്ന ആളെ നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? ജോബിൻ്റെ കൂട്ടുകാർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം 13ാമത്തെ വാക്യം, അവർ അവൻ്റെ ഒപ്പം അവിടെ നിലത്തിരുന്നു. അവിടെ ഇരുന്നു. ഒന്നും പറയാൻ പറ്റില്ലാത്ത സാഹചര്യങ്ങളില്ലേ നമുക്ക്? ഇപ്പോൾ ഒരു കുഞ്ഞ് മരിച്ചു പോയൊരു വീട്ടിൽ നിങ്ങൾ പോയിട്ട് എന്ത് പറയും? നമ്മൾ പോയിട്ട് എന്ത് പറയും? ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സങ്കടമാണ്, ആളുകൾ നമ്മളോട് വന്നിട്ട് സാരമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഇടി വെച്ച് കൊടുക്കാൻ തോന്നത്തില്ലേ? ആർക്കും നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. കുരിശിൻ്റെ വഴിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അത് ഓരോരുത്തർക്കും ഓരോ ജീവസാഹചര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സോനങ്ങളെ, നമ്മൾ പറയുന്ന ഇപ്പോൾ ഈ ജോബിൻ്റെ കൂട്ടുകാരെ പോലെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ സഹായത്തിന് ആരും വന്നിട്ടുണ്ടാവില്ല നമ്മളേറ്റവും വിഷമിച്ച സമയത്ത്. പക്ഷെ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അപ്പുറത്തെ സൈഡാണ്, മറ്റൊരു ആംഗിളാണ്. ഇതുപോലെ സങ്കടപ്പെടുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ജോബിനെ പോലെ സങ്കടപ്പെടുന്നുണ്ടാവില്ല. ജോബിൻ്റെ കുഞ്ഞ് സങ്കടങ്ങളൊക്കെ, അതിൻ്റെ ഒരു ഫോർമാറ്റുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ, ചെറിയ ഗ്രേഡിലൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്, നമുക്ക് ഈ സങ്കടത്തിൻ്റെ വേദന അറിയാം. ഇതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ, നമ്മൾ പഠിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഹോസ്റ്റലുകളിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ, നമ്മുടെ മിനിസ്ട്രിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ഇടയിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരില്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും ആശ്വസിപ്പിക്കാൻ പറ്റില്ലായിരിക്കും. സഹതാപം ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഈ 3 കൂട്ടുകാർ ചെയ്ത പോലെ ജസ്റ്റ് ഗോ ആൻഡ് സിറ്റ് വിത്ത് ദം. അവരുടെ കൂടെ പോയി ചുമ്മാ ഒന്ന് ഇരിക്കുക, ആ തോളയിലൊന്ന് ചേർത്ത് പിടിക്കും. ചുമ്മാ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിലും അവർക്ക് ആ പ്രസൻസ് ഒന്ന് ഫീൽ ചെയ്യട്ടെ. നിങ്ങൾ കുറച്ച് നേരം അവിടെ ഒന്ന് ഇരുന്നാൽ മതി. അവരെഴുന്നേറ്റോളും. ജോബ് പിന്നെ സങ്കടങ്ങൾ പറയുന്നുണ്ട്, പരാതികൾ പറയുന്നുണ്ട്, കൂട്ടുകാർ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. അവസാനം ജോബിൻ്റെ ഒരു ഉയർത്തെഴുന്നേപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേപ്പിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണ് ഈ കൂട്ടുകാർ. അവരിടയ്ക്ക് വഴക്ക് പറയുന്നുണ്ട്, അവരെ കുറ്റമൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇരുന്നിട്ട്. പക്ഷേ അവസാനം ജോബ് 42 അതിൻ്റെ 10ാമത്തെ വാക്യത്തിൽ ജോബ് അവസാനം തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമെന്ന്. കാരണം അത്രയും വലിയ വേദനയിൽ ജോബിന് കിട്ടിയ ഏറ്റവും വലിയ നിധിയായിരുന്നു, ദൈവം കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം. ഈ വേദനകൾ, ഈ പരീക്ഷണങ്ങൾക്കിടയിൽ ജോബിന് കിട്ടിയ ഒരു സമ്മാനമായിരുന്നു ഈ 3 കൂട്ടുകാർ. അവരവിടെ ചുമ്മാ ഇരുന്നു. നമുക്കത് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കൂടെ ഇരിക്കണം, നമ്മളോട് സംസാരിക്കണം, നമ്മളോട് സഹതാപം കാണിക്കണം, നമ്മളെ ആശ്വസിപ്പിക്കണം, നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതേ കാര്യം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കാതെ നമുക്ക് തീർച്ചയായിട്ടും ഈശോയെ പോലെ സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലേ? ഇന്ന് ഒരാളുണ്ടാകും നമ്മുടെ ചുറ്റും, ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ. ചിലപ്പോൾ വീടിൻ്റെ അകത്തളങ്ങളിൽ തന്നെ നിങ്ങളോട് ആ വിഷമം ഒന്ന് പറയാൻ പറ്റാതെ സങ്കടപ്പെടുന്ന ഒരാളുണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ തേങ്ങലുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഒന്ന് അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നെഞ്ചിൻ്റെ താളം മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആരും കൂടെ ഇല്ലാത്തത് കൊണ്ട് ശ്വാസം മുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമില്ലേ? ജസ്റ്റ് ഗോ ആൻഡ് സിറ്റ് വിത്ത് ദം. ചുമ്മാ അടുത്ത് പോയിരിക്കും. കർത്താവ് നിങ്ങളുടെ ആ പ്രസൻസും കൊണ്ട് അവിടെ അനുഗ്രഹമാക്കി മാറ്റും.
പൗലോസ് ശ്ലീഹ തിമോത്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, തീത്തോസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് ആശ്വാസമായി മാറും. എൻ്റെയും നിങ്ങളുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവരുടെ ജീവിതങ്ങളിലൊക്കെ ഒരു ആശ്വാസമായിട്ട് മാറുവാണെങ്കിൽ, അവരുടെ ജീവിതത്തിൽ കുറച്ച് നേരം ആ ഇരുട്ടിലൊരു വെളിച്ചം കൊടുക്കാൻ പറ്റുമെങ്കിൽ ധന്യം ജീവിതം. അങ്ങനെ ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നമ്മൾ വേദനിച്ച് നിൽക്കുമ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ഒരു കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. അനേകർക്ക് ആശ്വാസമാകാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.